ഓം വിദ്യാധിരാജായ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം ഗുരുഭ്യോ നമഃ. ശ്ലോകം 11. ഹന്യാദന്യാശ്രയം ദ്രാക് സുരപതി സഹജാനുഗ്രഹ പ്രഗ്രഹോ ദൈവാശ്വസ്യാശ്വാസദോനോ നിയമിജനമനപാനപാത്രപ്രകാരഃ യം തൃപ്പൂണിത്തുരേശാദഖിലഹിതകരാത് ലബ്ധുമിച്ഛന്തി സന്ത ചിന്താസന്താന സന്താനകരയുഗലാദാത്മ സാമ്രാജ്യലബ്ധേ. ഹന്യാത് അന്യാശ്രയം ദ്രാക് സുരപതി സഹജാനുഗ്രഹ പ്രഗ്രഹോ ദൈവാശ്വസ്യാശ്വാസദോനോ നിയമിജനമനപാനപാത്രപ്രകാരഃ യം തൃപ്പൂണിത്തുരേശാത് അഖിലഹിതകരാത് ലബ്ധുമിച്ഛന്തി സന്തഃ ചിന്താസന്താന സന്താനകരയുഗളാത് ആത്മസാമ്രാജ്യലബ്ധ്യൈ എന്ന് ശ്ലോകം. അതിന്റെ സന്ധിച്ഛേദം നോക്കാം നമുക്ക് ആദ്യം. ഹന്യാത് അന്യാശ്രയം ദ്രാക് സുരപതി സഹജാനുഗ്രഹ പ്രഗ്രഹ ദൈവാശ്വസ്യ ആശ്വാസദഃ നഃ നിയമിജനമനപാനപാത്രപ്രകാരഃ യം തൃപ്പൂണിത്തുരേശാത് അഖിലഹിതകരാത് ലബ്ധും ഇച്ഛന്തി സന്തഃ ചിന്താസന്താന സന്താനകരയുഗളാത് ആത്മസാമ്രാജ്യലബ്ധ്യൈ എന്നാണ് ഇതിന്റെ പദച്ഛേദം. ഹന്യാത് 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 എന്ന് പറഞ്ഞാല് എന്താണ് അർത്ഥം? ദൂരീകരിക്കട്ടെ, നശിപ്പിക്കട്ടെ എന്നാണ് ശരിക്കും അർത്ഥം. എന്തിനെ നശിപ്പിക്കട്ടെ എന്നാണ്. നശിപ്പിക്കട്ടെ എന്ന് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അനഭിലഷണീയമായിട്ടുള്ള എന്തോ ഒന്നിനെ നശിപ്പിക്കണമെന്നാണല്ലോ. അല്ലാതെ നല്ലതിനെ നശിപ്പിക്കണം എന്ന് ഒരിക്കലും പറയില്ല. അപ്പോ അനഭിലഷണീയമായിട്ടുള്ള ഒന്നിനെയാണ് നശിപ്പിക്കണം എന്ന് പറയുന്നത്. എന്തിനെയാണ് നശിപ്പിക്കേണ്ടത്? അതും നശിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ദ്രാക്. ദ്രാക് എന്ന് പറഞ്ഞാൽ ഝട്ടിതി, സത്വരം, പെട്ടെന്ന് തന്നെ നശിപ്പിക്കട്ടെ എന്നാണ് അർത്ഥം. എന്തിനെയാണ് ഇത്രയും പെട്ടെന്നായി നശിപ്പിക്കേണ്ടത്? അന്യാശ്രയം, അന്യമായ ആശ്രയത്തെ, മറ്റൊന്നിനെ ആശ്രയിക്കുക എന്നുള്ള ആ മനോഭാവത്തെ നമ്മളിൽ നിന്ന് ദൂരീകരിക്കട്ടെ എന്നാണ്. എന്തുകൊണ്ടാണ്? സർവ മംഗളങ്ങളും പ്രദാനം ചെയ്യുന്നതിന് ശക്തനായിട്ട് ഒരു ദേവൻ ഇവിടെ ഉള്ളപ്പോ നമ്മൾ മറ്റുള്ള വല്ലതിനെയും ആശ്രയിക്കേണ്ടതുണ്ടോ? ഇല്ല. എങ്കിലും പലപ്പോഴും ചപല ഹൃദയന്മാരായ ആളുകൾ എന്ത് ചെയ്യും? ചിലപ്പോ മറ്റു പലതിനെയും ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ആശ്രയിക്കുന്നത് അതെന്താണ്? അത് നമുക്ക് നമ്മുടെ ശ്രേയസ്കരമായ സ്ഥിതിവിശേഷം പ്രാപിക്കുന്നതിന് വിഘാതമായിട്ടേ വരുള്ളൂ. ഉത്തമമായ ഔഷധം ഇവിടെ ഉള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ള പല വിധത്തിൽ നമ്മുടെ ഹൃദയം പലതിലും ആകർഷിക്കപ്പെട്ട് അങ്ങനെ പോകുന്നത്. അങ്ങനെയുള്ള അന്യാശ്രയത്തെ തൃപ്പൂണിത്തുറേശൻ ദൂരീകരിക്കട്ടെ. തൃപ്പൂണിത്തുറേശൻ
എന്താണ് ശരിക്ക് പൂർണ്ണത്രയീശൻ, പൂർണ്ണത്രയീ. ത്രയീ എന്ന് പറഞ്ഞാല് ഋഗ്യജു സാമങ്ങളാകുന്ന 3 വേദങ്ങളാണ് ത്രയീ. അപ്പൊ അധർമ്മം വേദമല്ലേ എന്ന് ചോദിച്ചാൽ അധർമ്മം വേദം തന്നെയാണ്. വേദം തന്നെയാണെങ്കിലും അത് ആർക്കാണ്? അത് അധികവും രാജാക്കന്മാർക്കാണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം ഉള്ളത്. അതുകൊണ്ടാണ്, അല്ലാതെ അതിനെ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പാതിത്യവും പതിതമായ അവസ്ഥയും അതിന് ഇല്ല. അതിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രാജാക്കന്മാർക്ക് ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ടുള്ള ചില ഉപായങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് ആർക്കുള്ളതല്ല, അത് സാധാരണ ജനങ്ങൾക്കുള്ളതല്ല. അല്ലെ, ശത്രു സംഹാരത്തിനായിട്ട് ആയുധങ്ങൾ ഉപയോഗിക്കുക, അതിനെന്ത് മാർഗവും ഉപയോഗിക്കുന്നത് നമ്മളല്ല. നമുക്ക് ആയുധങ്ങൾക്ക് അധികാരം തന്നെ ഇല്ല. അല്ലെ, നമ്മുടെ വീട്ടില്, നമ്മുടെ ആരുടെയും വീട്ടിൽ എന്തില്ല? ആയുധങ്ങളില്ല, അഥവാ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ അതിൽ നടപടിയെടുക്കും നമ്മുടെ മേലെ. എന്തിനാണ് നീ ആയുധം സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കും. നമുക്കുള്ളത് എന്താണ്? ഉപകരണങ്ങളാണ് നമുക്ക് ഉള്ളത്. നമ്മൾ ചിലപ്പോ ആയുധം എന്നൊക്കെ ലാക്ഷണികമായിട്ട് പറയാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ, അടുക്കളയില് എന്താണ് കറിക്ക് അരിയുന്നതിനുള്ള ആയുധങ്ങളുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. കറിക്ക് അരിയുന്നതിനുള്ളത് ആയുധമല്ല, അത് ഉപകരണമാണ്. അപ്പോ ഈ ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാം, ആയുധങ്ങൾ പാടില്ല. അപ്പൊ അത് തന്നെയാണ് ശരിക്ക് വേദങ്ങളെ, നമുക്കുള്ള വേദങ്ങളെ ത്രയീ എന്ന് പറയുന്നതിനുള്ള കാരണം അതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ രാജാവാണ് നോക്കുന്നത്, അത് നമുക്കുള്ളതല്ല. ഇപ്പൊ വേദങ്ങൾ ആണെങ്കിൽ തന്നെ, യജ്ഞങ്ങൾ നടക്കുമ്പോൾ തന്നെ ആണെങ്കിലും അവിടെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ഒരാളുണ്ട്, അത് ബ്രഹ്മനാണ്. ബ്രഹ്മൻ ആരാണ്? അഥർവവേദത്തിന്റെ ആചാര്യനാണ്. ബ്രഹ്മൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഋഗ്വേദത്തിന് നമുക്കറിയാലോ, ഋത്വിക് ഉണ്ട്. ഋഗ്വേദത്തിന്റെ ഋത്വിക്, ഋഗ്വേദ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന ആള് അദ്ദേഹമാണ്. യജുർവേദത്തിന് അധ്വർയു ഉണ്ട്. അധ്വർയു, യജുർവേദത്തിന്റെ യജ്ഞകാര്യങ്ങള് അതിൽ ചെയ്യുന്നത് ഒക്കെ അധ്വർയുവാണ്. സാമവേദത്തിലെ ഉദ്ഗാതാവാണ് എന്ത് ചെയ്യുന്നത്? വേദമന്ത്രങ്ങളെ ഗാനാത്മകമായിട്ട് ആലപിക്കുന്നത്. എല്ലാറ്റിനും പ്രധാനപ്പെട്ട ഒരാൾ ഇരിക്കുന്നുണ്ട്. അത് ഋഗ്വേദത്തിന്റെയോ യജുർവേദത്തിന്റെയോ സാമത്തിന്റെയോ ആളല്ല. പിന്നെ ആരാണത്? അഥർവത്തിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ പേര് ബ്രഹ്മൻ എന്നുമാണ്. അപ്പൊ അദ്ദേഹം ഇതെല്ലാം അറിയുന്ന ആളാണ്, എല്ലാറ്റിലും പ്രധാനിയായ ആളാണ്. എല്ലാറ്റിൻ്റെയും രക്ഷണം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. രാജാവല്ലേ എല്ലാം രക്ഷിക്കുന്നത്. അല്ലെ, ഇനിയിപ്പോ ഒരു സ്ഥാനത്ത് വന്നാൽ രാജാവിന്റെ ആ മഹത്വം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അല്ലെ, രാജാവിന്റെ പരിഗണന കുറയുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ്? രാജാവിന്റെ ഭൃത്യൻ വിവാഹിതനാകുമ്പോൾ അവിടെ രാജാവ് വന്നിട്ടുണ്ടെങ്കിലും ഭൃത്യനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? അദ്ദേഹം ആരാണ്? വരനാണ്. അവിടെ നടക്കുന്ന ഒരു മംഗളകർമ്മമാണ്. ആ മംഗളകർമ്മത്തിലെ പ്രധാനികൾ ആരാണ്? വരനും വധുവുമാണ്. അവിടെയാണ് രാജാവ് പോലും അപ്രധാനനാണ് എന്ന് നമ്മുടെ സൗന്ദര്യശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അലങ്കാര ശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ചില സ്ഥലങ്ങളിൽ രസധ്വനി, കാവ്യത്തിൽ പ്രധാനം രസധ്വനിക്കാണ്. ആ രസധ്വനി പോലും അപ്രധാനമായിട്ട് ഭാവങ്ങളുടെ പ്രകാശനത്തിന് സ്ഥാനം നൽകുന്ന ഭാവധ്വനി എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെയാണ് എന്ത് പറയുന്നത്? വിവാഹത്തിനായി ഒരുമ്പെട്ടിരിക്കുന്ന, വിവാഹവേദിയിലിരിക്കുന്ന ആരാണ്? വധൂവരന്മാര്. രാജാവ് പോലും അവിടെ അപ്രധാനൻ എന്ന് പറയും. ബാക്കി സ്ഥലങ്ങളിലൊക്കെ രാജാവ് തന്നെയാണ് പ്രധാനി. അപ്പോ അഥർവം അങ്ങനെയാണ്. അഥർവത്തിലും വളരെ നല്ല ഉപദേശങ്ങളൊക്കെ ഉണ്ട്. അഥർവത്തിൽ പറയാണ്, എൻ്റെ ശത്രുക്കൾ 100 1000 ആയിക്കൊള്ളട്ടെ, ഓഷധികളെ നിങ്ങൾ എൻ്റെ സ്വരം മധുരമാക്കി തരൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശത്രുക്കളെ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ നാവ് ശരിയല്ലാത്തത് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? നമുക്ക് ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നാവ് ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്താവുന്നത്? നമ്മൾ തന്നെ നശിക്കുന്നതും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നു. നാവ് ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നു. അല്ലെ, നാവിൽ 2 ഭാഗമുണ്ട്. ഒന്ന് രസനയുണ്ട്, പിന്നെ എന്താണ് വാഗിന്ദ്രിയം ഉണ്ട്. രസന
അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പല രോഗങ്ങളും, വൃദ്ധാസ്ഥൂലത മുതലായിട്ടുള്ള പല അവസ്ഥകളും നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്, പല രോഗങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത്. എന്നാൽ അതുപോലെ തന്നെ വാക്ക് അത് ശരിയല്ലാത്തതുകൊണ്ട് എന്തുണ്ടാവുന്നു? പലപ്പോഴും നമുക്ക് ശത്രുക്കള് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇങ്ങനെയുള്ള ഈ എന്താണ് ത്രയി, അപ്പൊ ത്രയ്യെ അവിടെ രക്ഷണത്തിന് അധികാരിയായിട്ടുള്ള രാജാവിനുള്ളതാണ് വാസ്തവത്തിൽ അഥർവവേദം. അപ്പൊ ശത്രു സംഹാരം നമുക്കല്ല ശത്രുക്കള്, രാജാവിനാണ്. നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അത് ആരുടെയും ശത്രുവാണ്? അത് രാജാവിന്റെയും ശത്രുവാണ്. അതുകൊണ്ടാണ് കലഹങ്ങളൊക്കെ ഉണ്ടാവുക. കലഹങ്ങളൊക്കെ ഉണ്ടായി, അയൽക്കാരുമായിട്ട് കലഹം ഉണ്ടായി, രാജാവാണ് ഉടനെ തന്നെ എന്ത് ചെയ്ത് നടപടി എടുക്കുന്നത്. അവിടെ നമ്മൾ തമ്മിൽ തീർന്നില്ലെങ്കിൽ രാജാവ് അത് തീർക്കും. അപ്പോ രാജാവ് ശത്രു സംഹാരത്തിനുള്ള അധികാരം രാജാവിനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ത്രയി എന്ന് പറയുന്നത്, മൂന്ന് വേദങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പുരുഷാർത്ഥങ്ങള്, ചതുർവിധ പുരുഷാർത്ഥങ്ങളാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിനെ പലയിടത്തും ത്രിവർഗം എന്ന് പറയാറുണ്ട്. ത്രിവർഗ ഫലഹേതുകമായിട്ടുള്ളത് 3 വർഗങ്ങൾ. എന്തുകൊണ്ടാണ് 4ാമത്തെ വർഗം മോക്ഷം പറയാത്തത്? ധർമ്മം, അർത്ഥം, കാമം. ഇതാണ് നമ്മൾ ഇവിടെ അനുഭവിക്കേണ്ടത്. മോക്ഷം എന്തിനു ശേഷമാണ്? അത് മൃത്യുവാണ്. മൃത്യുവിലൂടെയാണ് നമുക്ക് എന്ത് വരുന്നത്? മോക്ഷം വരുന്നത്. അതുകൊണ്ടാണ് അപ്പൊ ഈ 4ൽ 3 പരാമർശിക്കുന്നത് എവിടെ മാത്രമല്ല, അത് വേദത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പുരുഷാർത്ഥങ്ങളുടെ കാര്യത്തിലും, എൻഡ്സ് ഓഫ് ലൈഫ് അല്ലെ, ജീവിതം കൊണ്ട് നമ്മൾ നേടേണ്ട കാര്യങ്ങൾ, അവിടെയും അതാണ്. അപ്പൊ നമുക്ക് പ്രസക്തമായിട്ടതിനെയാണ് നമ്മൾ പറയുന്നത്. അതിലപ്പുറം ഒന്നുണ്ട് എന്നുള്ളതിന് നിഷേധിക്കലല്ല എന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓർത്തിരിക്കേണ്ടത്. അപ്പോ ഹന്യാത്, എന്തിനെ ഹനിക്കണം എന്നാണ്? ദ്രാക്ക് നഹ അന്യാശ്രയം ഹന്യാത്, പെട്ടെന്ന് തന്നെ നമ്മുടെ അന്യാശ്രയ പ്രവണതയെ നശിപ്പിക്കുമാറാകട്ടെ എന്നാണ്. ആരാണ് അന്യാശ്രയ പ്രവണതയെ നശിപ്പിക്കേണ്ടത് എന്ന് പറയുകയാണ്. അതാരാണ്? സുരപതി സഹജാനുഗ്രഹ. സുരപതി സഹജാനുഗ്രഹ, സുരപതിയുടെ സഹജന്റെ അനുഗ്രഹം. സുരപതി ആരാണ്? സുരന്മാരുടെ പതി, സുരാണാം പതിഹി, ദേവരാജനായിട്ടുള്ള ഇന്ദ്രന്റെ അനുജഹ. അനുജൻ ആരാണ്? അനു പശ്ചാത്, പിന്നീട് എന്നല്ലേ അർത്ഥം അനു എന്നുള്ള പദത്തിന്. നമ്മൾ പറയല്ലേ അനുതാപം, ഒരു എന്താണ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞ് അതിന് ശേഷം ഉണ്ടാകുന്നതായ താപം, പശ്ചാത്. അപ്പോ അനു എന്നുള്ളതിനർത്ഥം പിന്നീട്. അനുജഹ, പിന്നാലെ ജനിച്ചവൻ. നമ്മൾ ജനിച്ചതിന് ശേഷം ജനിച്ചവനാണ് ആര്? നമ്മുടെ അനുജൻ. നമുക്ക് മുമ്പേ ജനിച്ചവൻ ആരാണ്? അഗ്രജൻ. അഗ്രേ എന്ന് പറഞ്ഞാൽ മുന്നിൽ എന്നല്ലേ അർത്ഥം. അല്പത്തൂര് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അഗ്രേ പശ്യാമി എന്ന്. അഗ്രേ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നിൽ, ആ മുമ്പിൽ കാണുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അഗ്രജഹ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ, മുമ്പ് ജനിച്ചവൻ. അനുജൻ എന്ന് പറഞ്ഞാൽ പിന്നീട് ജനിച്ചവൻ. അപ്പൊ ഇതേ ഇതില് വ്യത്യാസമുള്ളൂ. അപ്പോ ഇവിടെ സുരപതിയുടെ സഹജാനുഗ്രഹ, സുരപതിയുടെ സഹജാനുഗ്രഹം. അപ്പൊ സഹജൻ എന്ന് പറഞ്ഞാലോ ഒപ്പം ജനിച്ചവൻ എന്ന് അർത്ഥം. സഹ ഉദരൻ എന്ന അർത്ഥത്തിൽ സഹോദരൻ, സഹ അനുജൻ എന്നൊക്കെ പറയുന്നത്. അനുജൻ സഹജനാവുന്നത് എങ്ങനെയാണ്? അച്ഛനും അമ്മയും അല്ലെ, ഒരേ അച്ഛനമ്മമാരിൽ നിന്ന് ജനിച്ചവൻ എന്ന അർത്ഥത്തിലാണ് അവിടെ സഹ, ഒപ്പം ജനിച്ചവൻ, കൂടെ പിറന്നവൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. കൂടെപ്പിറപ്പ് നമ്മൾ പറയാറുണ്ടല്ലോ, കൂടെപ്പിറപ്പുകൾ. അപ്പോ സുരപതിയുടെ സഹജാനുഗ്രഹം. അപ്പൊ സഹജനാണെങ്കിലും ആരാണ് നമുക്കറിയാം? അനുജനാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉപേന്ദ്രൻ എന്നൊക്കെ പറയാറുണ്ട്. ഇന്ദ്രനോട് അടുത്തായി ഇന്ദ്രന്റെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവൻ എന്ന അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. കശ്യപ പ്രജാപതിയുടെ മകനായിട്ട് എവിടെയാണ് ജനിച്ചത്? വാമനാവതാരത്തില്. അങ്ങനെ വാമനാവതാരത്തിൽ ആരായിട്ട് ജനിച്ചു? വാമനനായിട്ട് ജനിച്ചു. കശ്യപ
പ്രജാപതിയിൽ നിന്ന് ജനിച്ചു. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത്, ദേവേന്ദ്രന്റെ അനുജനാണ്, അല്ലെങ്കിൽ ദേവേന്ദ്രന്റെ സഹജനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ സുരപതി സഹജാനുഗ്രഹ, സുരപതിയുടെ സഹജന്റെ അനുഗ്രഹമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ അന്യാശ്രയത്തെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കേണ്ടത് എന്നർത്ഥം. അപ്പൊ അവിടെ എന്താണ്, ഭഗവാൻ നശിപ്പിക്കട്ടെ എന്നല്ല പറഞ്ഞത്, ഭഗവാന്റെ അനുഗ്രഹം അത് നശിപ്പിക്കും. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തായിത്തീരും, അന്യാശ്രയത്തെ നമ്മൾ ചെയ്യുകയില്ല, അന്യാശ്രയത്തെ നമ്മൾ ഉടൻ തന്നെ ദൂരീകരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അപ്പൊ സുരപതി സഹജാനുഗ്രഹ ദ്രാക്ക്, പെട്ടെന്നു തന്നെ നഹ അന്യാശ്രയം ഹന്യാത്, നമ്മുടെ അന്യാശ്രയത്തെ ഹനിക്കുമാറാകട്ടെ എന്നർത്ഥം. ഇനി അങ്ങനെ അതിന് വിശേഷണങ്ങളും കൂടെ പറയുകയാണ്. എന്താണ് ആ വിശേഷണം? ഒന്ന് ആശ്വാസത, ആശ്വാസത്തെ നൽകുന്നത്, ആശ്വാസത്തെ നൽകുന്നത്. എന്താണ് ആശ്വാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശ്വാസഗതി എന്താണ്, ആ സമന്താത് പൂർണ്ണമായും നന്നായി ഉള്ള അവസ്ഥയിലാവുക. നന്നായിട്ട് നമ്മൾ പറയാറില്ലേ വിശ്വാസം എന്ന് നമ്മൾ പറയുന്നുണ്ട്. വിശ്വാസം, വിശ്വാസം എന്താണ്, വിശേഷേണ നമ്മുടെ ശ്വാസഗതി വിശേഷേണ ആയിരിക്കുന്ന അവസ്ഥയാണ് വിശ്വാസം. അതിന്റെ മറ്റൊരു പതിപ്പാണ് എന്ത്, ആശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസം എപ്പോഴാണ് നമുക്ക് വിശ്വാസം ഉണ്ടാവുക, നമ്മൾ സുസംരക്ഷിതരാണ് എന്ന ബോധ്യമുള്ളപ്പോഴാണ് നമുക്ക് വിശ്വാസം ഉണ്ടാവുക. അല്ലെങ്കിൽ എന്താവും, നമ്മുടെ ശ്വാസഗതി അവതാളത്തിലാകും, വിഷമാവസ്ഥയിലേക്കായി പോകും. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നമുക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തു നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പുതിയ കാലത്തിന്റെ പ്രവണത അനുസരിച്ച് ഒരു പെൺകുട്ടി അവളുടെ കാതിൽ എന്താണ് ഒരു ഗ്രാമിന്റെ ഒരു ആഭരണം, 2 കാതിലും കൂടിയിട്ട് 1 ഗ്രാമിന്റെ ആഭരണം ഉണ്ടെന്ന് വിചാരിക്കാം. അവളുടെ അടുത്ത് അപരിചിതനായിട്ടുള്ള ഒരാള് നിൽക്കുകയാണ്. അവൾക്ക് എന്തായിരിക്കും, ശ്വാസഗതിയാണ് അവതാളത്തിലാവുന്നത്. ഞാനിപ്പോ ഇനി എന്റെ കാതിലേക്കാണോ നോക്കുന്നത്, അല്ലേ? എന്താണ് അവതാളത്തിലാകുന്നത്, ശ്വാസഗതിയാ അവതാളത്തിലാകുന്നത്. അപ്പോ എന്തായി തീർന്നു, വിശ്വാസം, വിശേഷണയുള്ള ശ്വാസം അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ നമുക്ക് പരിചിതനായിട്ടുള്ള നമ്മുടെ വേറെ വളരെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ അച്ഛനാണ് അടുത്ത് നിൽക്കുന്നത്, അമ്മയാണ് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ വരുമ്പോ എന്തായിരിക്കും, നമുക്ക് വിശേഷേണ നമ്മുടെ ശ്വാസഗതി അങ്ങനെ നിലകൊള്ളും. അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ആശ്വാസവും. നമുക്ക് നമ്മുടെ അവസ്ഥയിൽ വളരെയേറെ ഉത്കണ്ഠയുണ്ടായിരുന്ന ഒരു സമയം, അത് മാറി നമുക്ക് സംരക്ഷകനായി ഒരു ശക്തി അഥവാ ഒരു സർവശക്തൻ നമ്മളോട് കൂടെ ഉണ്ട് എന്ന ബോധ്യം വരുമ്പോൾ നമുക്ക് എന്താവും, ആശ്വാസം ആകുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള ആശ്വാസത്തെ ദാനം ചെയ്യുന്നവനെയാണ് ആശ്വാസദഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആശ്വാസദഹ ആർക്ക് ആശ്വാസദനാണ്? ഭക്താനാം ആശ്വാസദഹ, ഭക്തന്മാർക്ക്. ഭക്താനാം എന്ന പദം അതിൽ പ്രയോഗിച്ചിട്ടില്ല, പക്ഷെ നമ്മളത് മനസ്സിലാക്കണം, അണ്ടർസ്റ്റുഡ് ആണ് അത്. എന്താണ് ഭക്താനാം ആശ്വാസദഹ സുരപതി സഹജാനുഗ്രഹ ദ്രാക്ക് നഹ അന്യാശ്രയം ഹന്യാത്, ഭക്തന്മാർക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്യുന്നവൻ. ഭക്ത എന്ന് പറഞ്ഞാൽ ആരാണ്? ഭക്തൻ ആരാണ്? ഭജിക്കുന്നവൻ, ഈശ്വരനെ ഭജിക്കുന്നതിനാണ് ഭക്തൻ. ഭജിക്കുന്ന ആ ഭാവത്തെയാണ് എന്ത് പറയുക, ഭക്തി എന്ന് പറയുക. പൂജിക്കുന്നതിന്, ഒരു ദൈവിക ശക്തിയെ പൂജിക്കുന്നതിന്, ആദരിക്കുന്നതിന് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ മനോഭാവത്തെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ആശ്വാസതൻ നമുക്ക് ആശ്വാസത്തെ നൽകുന്നത്, ആ ആശ്വാസത്തെ നൽകുന്ന ആ അനുഗ്രഹം, സുരപതി സഹജ അനുഗ്രഹ, സുരപതിയുടെ സഹജന്റെ ആ അനുഗ്രഹം
അത് എങ്ങനെയുള്ളതും കൂടിയാണ്. വീണ്ടും നമുക്ക് കൂടുതൽ വിശ്വാസത്തെ അതിൽ ഉറപ്പിക്കാവുന്ന വിധത്തിലുള്ള ഒരു വിശേഷണം വീണ്ടും ചേർക്കുകയാണ്. അത് എങ്ങനെയുള്ളതാണ്? ആ ദൈവാശ്വസ്യ പ്രഗ്രഹ, ദൈവാശ്വത്തിന്റെ പ്രഗ്രഹമാണ് എന്ത്? ഈ തൃപ്പൂണിത്രയേശന്റെ അനുഗ്രഹം എന്ന് പറയുന്നു. ദൈവാശ്വം, ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യം എന്നാണ് അർത്ഥം. സംസ്കൃതത്തിൽ ദൈവം എന്ന പദം പ്രയോഗിക്കുന്നത് എന്തർത്ഥത്തിലാണ്? അദൃഷ്ടം അഥവാ ഭാഗ്യം, വിധി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ദൈവം എന്ന പദം സംസ്കൃതത്തിൽ പ്രയോഗിക്കുന്നത്. അപ്പോ ഇത് എങ്ങനെയുള്ളതാണ്? ദൈവാശ്വസ്യ പ്രഗ്രഹ, ദൈവമാകുന്ന അശ്വത്തിന്റെ പ്രഗ്രഹമാണ്. പ്രഗ്രഹം എന്ന് പറഞ്ഞാല് കലീനം. കലീനം എന്ന് പറഞ്ഞാൽ എന്താണ്? കടിഞ്ഞാണ്, ബ്രേക്ക് എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാൻ നമുക്ക്. പ്രകർഷേണ ഗ്രഹിക്കുക, പ്രകൃഷ്ടമായ രീതിയിൽ പിടിച്ചു നിർത്തുക. അതാണല്ലോ ബ്രേക്കിന്റെ പണി. അതാണല്ലോ നമ്മളൊക്കെ വാഹനങ്ങൾ ഓടിക്കാറുണ്ട്. ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ, ആ സാഹചര്യത്തിന് എന്താണ് പറ്റുന്ന വിധത്തിലല്ല എന്ന് തോന്നിയാൽ എന്തായി തീർന്നു? ഉടനെ അവിടെ പ്രഗ്രഹം, കലീനം, കടിഞ്ഞാൺ അവിടെ നമ്മൾ ഉടനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതിനെ നിയന്ത്രിച്ച് നിർത്തുക. എന്തിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നു? അശ്വത്തെ. എങ്ങനെയുള്ള അശ്വത്തെയാണ്? ദൈവമാകുന്ന അശ്വത്തെ, വിധിയാകുന്ന, ഭാഗ്യമാകുന്ന അശ്വത്തെ പിടിച്ചു നിർത്തുന്നതിനുള്ള കടിഞ്ഞാണാണ് ഈ ഈശ്വരാനുഗ്രഹം. ഇപ്പൊ ഭാഗ്യം എങ്ങനെയാണ്? അതൊരു അശ്വത്തെ പോലെ അത് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അശ്വം അങ്ങനെ സത്വരഗതിയാണ്, നമുക്കറിയാം. സത്വരഗതിയാണെന്ന് മാത്രമല്ല, അതീവ ശക്തമായ ഗതിയുമാണ് അശ്വത്തിൻ്റെത്, അല്ലെ? അശ്വം എന്താണ്? വേഗത്തിന് കീർത്തി കേട്ട മൃഗമാണ് അശ്വം, അല്ലെ? വാജം ഉള്ളതാണ്. വാജം എന്ന് പറഞ്ഞാൽ വേഗം. അതുള്ളത് കൊണ്ടാണ് കുതിരയെ എന്ന് പറയുന്നത് വാജി എന്ന് പറയുന്നത്. വാജി, വേഗം ഉള്ളത്. അപ്പൊ വേഗമായിട്ട് പോകും, അല്ലെ? അത് അശ്വവും ആണ്. അശ്വം, നമ്മള് ഒരു യാത്ര പുറപ്പെട്ട, നടന്ന് യാത്ര പോയാൽ, ഇന്ന് പോയാൽ നാളെ എത്തുന്ന സ്ഥലത്ത്, നാളെ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വഹ, നാളെ. കുതിരയുടെ മുകളിൽ പോയാൽ എങ്ങനെയാണ്? ശ്വഹ എന്ന ശ്വഹ, നാളെ അല്ല. അതുകൊണ്ടാണ് എന്താകുന്നത്? അശ്വഹ എന്ന് പറയുന്നത്. നാളത്തേക്ക് നിൽക്കാതെ ഇന്ന് തന്നെ ചെന്നെത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മൃഗം, അതാണ് അശ്വം. അപ്പൊ അത് വേഗത്തിനും ശക്തിക്കും അത് പ്രസിദ്ധി ആർജിച്ചതാണ്. അപ്പോ അങ്ങനെ ഭാഗ്യമാകുന്ന അശ്വത്തിന്റെ സത്വരവും ശക്തവുമായ ഗതിയെ പിടിച്ചു നിർത്തുവാൻ പര്യാപ്തമാണ് ഈ ഈശ്വരാനുഗ്രഹം. അപ്പോ അവിടെ ഭാഗ്യം മാറിപ്പോവുക എന്നത് മാത്രമല്ല, എന്താണ്? അതിൻ്റെ കരുത്ത് പലപ്പോഴും നമുക്ക് അസഹ്യമായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോ അതിനെ നിയന്ത്രിക്കുക. അതാണ്. വെറുതെ ഒരു ഭാഗ്യം മാറിപ്പോയാൽ, ഇപ്പൊ കിട്ടാനിരുന്നതൊന്ന് കിട്ടാതിരുന്നു എന്ന് മാത്രമേ ഉള്ളുവെങ്കിൽ അതിൽ തന്നെ കുറേയേറെ ആശ്വാസമുണ്ട്. പക്ഷെ അതിൻ്റെ ആഘാതം, നമ്മളിൽ ഉണ്ടാക്കുന്ന വലിയ ആഘാതം, ഈ കുതിരയുടെ ചാട്ടത്തിന്റെ ആഘാതത്തെ കുറിച്ച് നമ്മുടെ ഉപനിഷത്തുകളിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് എന്തിനോടാണ് അതിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? പ്രാണന്റെ നിർഗമനമാണ്. ഒരിക്കൽ ഈ കണ്ണ്, അതുപോലെ കാത്, വാക്ക്, പ്രാണൻ, ഇതൊക്കെ ആയിട്ട് ഒരു മത്സരം ഉണ്ടായത്രേ. നമ്മളിൽ ആരാണ് ശ്രേഷ്ഠൻ, ആരാണ് ജ്യേഷ്ഠൻ എന്നൊരു വാദമുണ്ടായത്രേ. അപ്പോ പ്രജാപതിയോട് ചെന്ന് ചോദിച്ചു ദേവന്മാര്, എന്താണ്, ആരാണിതിൽ പ്രധാനി? കണ്ണാണോ, കാതാണോ, മനസ്സാണോ, വാക്കാണോ, അല്ലെങ്കിൽ പ്രാണനാണോ? ഏതാണ് വലുത്? അതിന് പ്രജാപതി പറഞ്ഞു കൊടുത്ത ഉപായം എന്താണ്? ഇതിലൊരു കാര്യം ചെയ്യൂ, ഇതിൽ ഓരോരുത്തരും കുറച്ചു നാള് പുറത്തു പോയി നിൽക്കട്ടെ. ആര് പോയാലാണ് ഏറ്റവും ദുസ്സഹമായ അവസ്ഥയുണ്ടാകുന്നത്, അയാളാണ് അതിൽ ശ്രേഷ്ഠൻ, അയാളാണ് ജ്യേഷ്ഠൻ. അപ്പൊ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗുണങ്ങൾ കൊണ്ട് മുന്നിൽ നിൽക്കുന്നവനാണ് ശ്രേഷ്ഠൻ.
ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് മുന്നിൽ നിൽക്കുന്നവൻ. പ്രായം കൊണ്ട് മുന്നിലുള്ളത് ജ്യേഷ്ഠൻ, ഗുണങ്ങൾ കൊണ്ട് മുന്നിലുള്ളത് ശ്രേഷ്ഠൻ. അങ്ങനെ പറഞ്ഞു. അപ്പൊ പ്രജാപതി പറഞ്ഞതനുസരിച്ചിട്ട് ഇവരിൽ ഓരോരുത്തരും ഒരു ഗാത്രത്തിൽ നിന്ന് പുറത്തു പോയി. അപ്പൊ കണ്ണ് പുറത്തേക്ക് പോയി. കണ്ണ് പുറത്തേക്ക് പോയിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് മടങ്ങി വന്നു. എന്റെ അഭാവത്തിൽ എങ്ങനെയുണ്ട്, നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടില്ലേ? അപ്പൊ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ അന്ധന്മാർ ചെയ്യുന്നത് പോലെ ഞങ്ങൾ സംസാരിക്കുകയും നടക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു. കണ്ണ് കണ്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാത് പോയി വന്നപ്പോ പറഞ്ഞു, ഞങ്ങൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ ബധിരന്മാർ ജീവിക്കുന്നത് പോലെ ഭക്ഷണം കഴിച്ചും സഞ്ചരിച്ചും ഉറങ്ങിയും ഒക്കെ ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടി. മനസ്സ് പോയപ്പോൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഞങ്ങള് കുട്ടികളെ പോലെ കാര്യമായിട്ടൊന്നും മനനം ചെയ്യാതെ ചെറിയ കുട്ടികളെ പോലെ ഞങ്ങൾ എന്ത് ചെയ്തു? ജീവിച്ചു. അങ്ങനെ വാക്ക് പോയപ്പോൾ മൂകന്മാരെ പോലെയും. അവസാനം എന്താണ്? പ്രാണന്റെ ഘട്ടം വന്നു. പ്രാണൻ നിർഗമിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ അതിദുസ്സഹമായ അവസ്ഥയെക്കുറിച്ച് ഇപ്രകാരമാണ്: അശ്വപരീക്ഷയെ പോലെയുള്ള അവസ്ഥയുണ്ടായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അശ്വപരീക്ഷയെ, അശ്വങ്ങളെ, കുതിരകളെ പരീക്ഷിക്കാൻ എന്താണ് ചെയ്യുന്നത്? നല്ല കരുത്തുള്ള കുതിരയെ കണ്ടെത്താനായിട്ട് 4 കുറ്റികളിൽ കുതിരയുടെ 4 കാലും ബന്ധിക്കുകയാണത്രേ. എന്നിട്ട് ഒരു കുതിരക്കാരൻ ആ കുതിരയെ തൊഴിക്കും, അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും കരുത്തുള്ള കുതിരയാണ് ഈ 4 കാലും 4 കുറ്റിയും പറിച്ചെടുത്തുകൊണ്ട് അവിടെ നിന്ന് അത് ചാടി അതിന്റെ കുതിപ്പ് നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കുതിര ചാടി പോകുമ്പോൾ ഏത് വിധത്തിലുള്ള ആഘാതം അതിനെ കെട്ടിയിരിക്കുന്ന ഭൂമിയിൽ ഉണ്ടാകുമോ അതുപോലെയുള്ള ആഘാതമാണ് പ്രാണൻ പോകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ അനുഭവം ഉണ്ടായപ്പോൾ മറ്റുള്ള എല്ലാവരും പറഞ്ഞു, അയ്യോ അവിടുന്ന് പോകരുത്, അവിടുന്ന് തന്നെയാണ് ശ്രേഷ്ഠൻ, അവിടുന്ന് തന്നെയാണ് ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞു. അപ്പൊ പ്രാണൻ ഉള്ളത് കൊണ്ടാണ് ഒരു ജീവി ജനിക്കുന്നത് തന്നെ, പ്രാണൻ ഉള്ളത് കൊണ്ടാണ് അല്ലെ? ജീവനുള്ള ഒരു ബീജം, ജീവനുള്ള അണ്ഡം, അതിന്റെ സംയോഗത്തിലൂടെയാണ് ആരും ഉണ്ടാകുന്നത്. അപ്പൊ പ്രാണൻ എവിടെ ഉണ്ടാകണം? ആ അണ്ഡത്തിലും ആ ബീജത്തിലും പ്രാണൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജീവിയുടെ ജന്മം തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആദ്യം തന്നെ പ്രാണനാണ്. അതുകൊണ്ട് ജ്യേഷ്ഠത്വം പ്രാണനുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും പ്രാധാന്യം? പ്രാണനാണ്. അതില്ലെങ്കിൽ പിന്നെ കണ്ണുമില്ല, മൂക്കുമില്ല, യാതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അപ്പോ അതുപോലെയാണ്. അപ്പൊ അശ്വത്തിന്റെ ആ ശക്തിയെ, ആ ഗമനശേഷിയെ നമ്മുടെ ഉപനിഷത്തുകളിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അപ്പോ ആ അശ്വത്തെ എന്താണ്? അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെയേറെ ശ്രമകരമാണ് എന്ന് മാത്രമല്ല, ആ നിയന്ത്രണമാണ് നമ്മുടെ എല്ലാ ശ്രേയസ്സുകൾക്കും നിദാനമായി വർത്തിക്കുന്നത്. അപ്പോ ദൈവാശ്വസ്യ, ഭാഗ്യമാകുന്ന അശ്വം, ഭാഗ്യവിപര്യം അങ്ങോട്ട് വന്നാൽ എന്താണ്? എല്ലാം തന്നെ നശിക്കുകയാണ് അവിടെ. അതുകൊണ്ടാണ് കുന്തിദേവി പറയുന്നത്, ഭാഗ്യവന്തം പ്രസൂയേധാഹ മാ ശൂരം മാ ച പണ്ഡിതം ശൂരാശ്ച കൃതവിദ്യാശ്ച മമ പുത്രാഹ വനംഗതാഹ. അപ്പൊ ഈ ദൈവം എന്ന് പറയുന്നത്, ഭാഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനം. കുന്തിദേവി പറഞ്ഞു, ഭാഗ്യവന്തം പ്രസൂയേത, ഭാഗ്യമുള്ളവനെ പ്രസവിക്കൂ. മാ ശൂരം മാ ച പണ്ഡിതം, ശൂരനെയോ പണ്ഡിതനെയോ അല്ല. ശൗര്യവും പാണ്ഡിത്യവും ഒക്കെ ഉണ്ടായിക്കൊള്ളും. ഭാഗ്യവാൻ ആയിരിക്കണം മനുഷ്യൻ. എന്തുകൊണ്ടാണ്? എൻ്റെ മക്കളൊക്കെ, കുന്തിദേവിയുടെ മക്കൾ കൗന്ദയന്മാർ എല്ലാവരും ആരാണ്? ശൂരാശ. അവരെല്ലാവരും ശൂരന്മാരാണ്, കൃതവിദ്യരുമാണ്. കൃതവിദ്യരെന്ന് പറയുമ്പോൾ പാണ്ഡിത്യമുള്ളവരും ആയിരുന്നു. എന്നിട്ടോ അലഞ്ഞു നടക്കുന്നത് എവിടെയാണ്? കാട്ടിലാണ്. ശൂരാശ്ച കൃതവിദ്യാശ്ച മമ പുത്രാഹ വനം ഗതാഹ. അവർ കാട്ടിലേക്കാണ് പോയത്. അപ്പൊ അതുകൊണ്ട് അപ്രകാരം അതാണ് ദൈവം എന്ന് പറയുന്നത്, ഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യമാകുന്ന അശ്വത്തിന്റെ പ്രഗ്രഹം, അതിന്റെ കടിഞ്ഞാൺ തന്നെയാണ് ഈ ഈശ്വരാനുഗ്രഹം എന്നർത്ഥം. ഇനി അതിന് വേറെന്ത് വിശേഷണം ഉണ്ട്? നിയമിജന മനപാന പാത്രപ്രകാര. നിയമിജന മന പാനപാത്രപ്രകാര.
നിയമികളായിട്ടുള്ള ജനങ്ങളുടെ മനസ്സാകുന്ന പാനപാത്രത്തിന്റെ പ്രകാരത്തിൽ ഉള്ളത്. നിയമി എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമം ഉള്ളവൻ നിയമി. നിയമം നിശേഷേണയുള്ള യമം, പൂർണ്ണമായും പിടിച്ചു നിർത്തുക. എന്തിനെയാണ് യമം ചെയ്യുന്നത്? മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക. മനസ്സ് അതീവ ചപലമാണ്, ചഞ്ചലമാണ്. അതൊരിടത്ത് ഉറച്ചു നിൽക്കുക എന്നത് വളരെയേറെ വിഷമമുള്ള ഒരു കാര്യമാണ്. അതിനെ നിയന്ത്രിക്കുക. എന്നാൽ നിരന്തരമായ പരിശീലനം കൊണ്ട് മനസ്സിനെ പൂർണ്ണമായും അതിനെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്നവരാണ് സംയമികൾ, സമ്യക്കായി അഥവാ നിയമികൾ. വിശേഷേണ യമനം ചെയ്യാൻ പറ്റുന്നവരെ. അപ്പോ നിയമികളായിട്ടുള്ള ജനങ്ങൾക്ക് പാനപാത്ര പ്രകാര, മനസ്സാകുന്ന പാനപാത്രത്തിന്റെ ഉള്ളതാണ് ഈ അനുഗ്രഹം. മനസ്സാകുന്ന പാനപാത്രത്തിന്റെ പ്രകാരം. അപ്പൊ നല്ല സംയമനം വേണം. സംയമനമുള്ളവനെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? മനസ്സാകുന്ന പാനപാത്രത്തെ വേണ്ടതുപോലെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോ സംയമികളായിട്ടുള്ള നിയമികളായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സാകുന്ന പാനപാത്രത്തിന്റെ രൂപത്തിലുള്ളത്. മനസ്സാകുന്ന പാനപാത്രത്തിന്റെ രൂപത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ പാനപാത്രത്തിൽ എന്താണ്? പാനപാത്രത്തിൽ പേയമായിട്ടുള്ള വസ്തുവാണ് പാനപാത്രത്തിലുള്ളത്. പാനപാത്രത്തിൽ നിന്ന് അതിനെ എന്ത് ചെയ്യാം? അതിനെ നേരിട്ട് പാനം ചെയ്യാം അഥവാ അനുഭവിക്കാൻ കഴിയും. അപ്പൊ മനസ്സാകുന്ന പാനപാത്രത്തിന്റെ പ്രകാരത്തിലുള്ളവൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സിൽ തന്നെ അനുഭൂതിക്ക് വിഷയമാക്കാവുന്നവൻ. മനസ്സിൽ നിന്ന് തന്നെ അതിനെന്ത് ചെയ്യാം? അനുഭവിക്കാം. അപ്പൊ അതിന് എന്ത് ചെയ്യണമെന്നില്ല, അവിടെ തന്നെ തൃപ്പൂണിത്തുറയിൽ തന്നെ പോകണമെന്നില്ല. നല്ല ചിത്ത സംയമനം ഉണ്ടെങ്കിൽ, മനസ്സംയമനം ഉണ്ടെങ്കിൽ സ്വന്തം മനസ്സിൽ തന്നെ ആ അനുഭൂതി നിറഞ്ഞ് മനസ്സൊരു പൂർണ്ണ ചഷകം പോലെ ആ അനുഭൂതിയെ ഉൾക്കൊള്ളുകയും അതിനെ നമുക്ക് പാനം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മനസ്സാകുന്ന നിയമിജനങ്ങളുടെ ആരുടെ അല്ല, നത്തു ചഞ്ചലചിത്താന, ചപലചിത്തന്മാരുടെ അല്ല, ചഞ്ചലചിത്തന്മാരുടെ അല്ല, നിയമിജനങ്ങളുടെ ചിത്തം മനസ്സാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അവസാനം പ്രാർത്ഥനയിലും പറയുന്നത് അന്യാശ്രയം ദ്രാക്ക് ഹന്യാദ് എന്ന് പറയുന്നത്. എന്താണ് അന്യാശ്രയം വരുന്നത്? എപ്പോഴാണ്? മനസ്സ് ചഞ്ചലമാകുമ്പോഴാണ്. ആദ്യം ഒരു പ്രകാരത്തിലുള്ള ദേവനെ ആശ്രയിച്ച് അത് കഴിയുമ്പോഴെന്താണ്? അതല്ലാതെ അപ്പോഴേക്കും മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ചാഞ്ചാടാൻ പാടില്ല. ചാഞ്ചാടിയാൽ എന്താണ്? ചാഞ്ചാടിയാൽ നിറഞ്ഞ ചഷകം അത് തുളുമ്പിപ്പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല. അതാണ് മനസ്സംയമമാകുന്ന എന്താണ് സംയത ചിത്തമാകുന്ന പാനപാത്രത്തിൽ, മനസ്സാകുന്ന ആ പാനപാത്രത്തിൽ നേരിട്ട് അനുഭവിക്കുവാൻ കഴിയുന്നതായ ആ അനുഗ്രഹം. അപ്പൊ വിശേഷണങ്ങൾ പലതായില്ലേ? ഒന്നെന്താണ്? നിയമിജന മനപാനപാത്ര പ്രകാര. രണ്ടാമത്തെ ഒന്ന് എന്താണ്? ദൈവാശ്വസ്യ പ്രഗ്രഹ. പിന്നെയോ ഭക്താനാം ആശ്വാസത, സുരപതി സഹജാനുഗ്രഹം. അങ്ങനെയുള്ളതാണ് സുരപതി സഹജന്റെ അനുഗ്രഹം എന്നർത്ഥം. ഇനി അതിനെ വീണ്ടും എന്താകുന്നു? ലബ്ധും ഇച്ഛന്തി, ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തിനെയാണ് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ആത്മസാമ്രാജ്യലബ്ധ്യൈ യം ലബ്ധും ഇച്ഛന്തി എന്നാണ്. ആത്മസാമ്രാജ്യം, നമ്മള് ആത്മസാമ്രാജ്യം, ആത്മ എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെ, മനസ്സിന്റെ സാമ്രാജ്യം, മനോരാജ്യം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. മനസ്സാകുന്ന രാജ്യം, മനോരാജ്യം അല്ലെ? മനസ്സ് പല പല വിധത്തിലുള്ള ആഗ്രഹങ്ങള് അല്ലെങ്കിൽ
ചിന്തകൾ ഇങ്ങനെ കൊണ്ടു നടക്കാറുണ്ട്. എന്നെ നമ്മൾ എന്താണ് വിചാരിക്കുക? മനോരാജ്യം എന്നാണ് നമ്മൾ സാധാരണ പറയുക, അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ ഒരു ശ്ലോകം? എന്താണ്? രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും. കാളിദാസന്റെ ഒരു ശ്ലോകത്തിന്റെ തർജ്ജമയാണ് അത്. രാത്രി ഗമിഷ്യതി ഭവിഷ്യതി സുപ്രഭാതം എന്ന് പറയുന്ന ശ്ലോകത്തിന്റെ ഒരു താമരയുടെ ഉള്ളിൽ ഒരു വണ്ട് കുടുങ്ങിപ്പോയി എന്നാണ്. വണ്ട് താമരയുടെ ഉള്ളിൽ അതിങ്ങനെ തേനൊക്കെ ഉണ്ട്, മയങ്ങി അവിടെ ഇരുന്നു. ആ സമയത്ത് എന്തായി തീർന്നു? സന്ധ്യയായി, താമര കൂമ്പിപ്പോയി, വണ്ട് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. അപ്പൊ ആ വണ്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മനോരാജ്യം തുടരാണ്. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസ്സെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഈ കമലവും കാലേ വിടർന്നിടുമേ, ഏവം മുട്ടിനകത്തിരുന്നളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാര് കണ്ടു പിഴുതാൻ ദന്തീന്ദ്രനാ പത്മിനിയും. അപ്പോ താമരയുടെ ഉള്ളിൽപ്പെട്ട വണ്ട് ഇങ്ങനെ എന്ന് വിചാരിക്കുകയാണ്, രാത്രി ഇപ്പൊ അങ്ങോട്ട് തീരുത്, പിന്നെന്താണ്? ഉഷസ്സാകും, സൂര്യനുദിക്കും, സൂര്യനുദിക്കുമ്പോ കമലം വിടരും. അങ്ങനെ എനിക്ക് പോകാം, തനിക്ക് പുറത്തു പോകാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്തുണ്ടായത്? ഈ ദൈവാശ്വത്തിന്റെ മനസ്സ് ആരാണ് കണ്ടത്? ഉടനെ തന്നെ ആ സമയത്ത് തന്നെ ഒരു ദന്തീന്ദ്രൻ ആന വന്ന് ആ കമലത്തെ പിഴുതെറിഞ്ഞു എന്നാണ്. അപ്പോ അതുപോലെ അവിടെ എന്താണ്? മനോരാജ്യം, മനസ്സിലുള്ളതായ പല പല ഇംഗിതങ്ങൾ, അല്ലെ? അതിനെയാണ് എന്ത് പറയുന്നത്? ചിന്താഗതികൾ. അതിനൊക്കെയാണ് മനോരാജ്യം എന്ന് പറയുന്നത്. ഇവിടെ മനോരാജ്യം എന്നത് വിട്ട് മനസ്സാകുന്ന സാമ്രാജ്യം ആക്കി തീർത്തു. സാമ്രാജ്യം കുറെ കൂടെ വിശാലമാണ്, അല്ലെ? രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്. കേരള രാജ്യം എന്ന് തന്നെ സംസ്കൃതത്തിൽ പറയാം. കേരള രാജ്യം, കേരളമാകുന്ന രാജ്യം. അതായത് ഇവിടെ രാജാവുണ്ട്. ആരാണ്? നമ്മുടെ ഗവർണർ. അദ്ദേഹം ഭരിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ അധികാര പരിധിയിലുള്ളത് അദ്ദേഹത്തിന്റെ രാജ്യമാണ്. എന്നാൽ പല പല രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സാമ്രാജ്യം ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഭാരതം എന്ന സാമ്രാജ്യം. അപ്പോ ഇവിടെ മനോരാജ്യമായിട്ടല്ല പറഞ്ഞത്, മനസാമ്രാജ്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആത്മസാമ്രാജ്യ ലബ്ധ്യൈ, ആത്മസാമ്രാജ്യം, സ്വന്തം ചിത്തം തന്നെയാകുന്ന ആ സാമ്രാജ്യത്തിന്റെ, അതിന്റെ അതിവിപുലങ്ങളായിട്ടുള്ള അഭിനിവേശങ്ങൾ, ആ അഭിനിവേശങ്ങളുടെ ലബ്ധ്യൈ, ലബ്ധ്യൈ പ്രാപ്തിയൈ, അതിന്റെ പ്രാപ്തിക്കായിട്ട്. അപ്പോ ആത്മസാമ്രാജ്യത്തിന്റെ പ്രാപ്തിക്കായി ആളുകൾ ഏതൊന്നിനെയാണോ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ മനോരാജ്യങ്ങളുടെ പ്രാപണത്തിനായി ജനങ്ങൾ ഏതൊരു ഈശ്വരാനുഗ്രഹത്തെയാണോ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആ ഈശ്വരാനുഗ്രഹമാണ് എവിടെ ലബ്ധമായിരിക്കുന്നത്? ഈ തൃപ്പൂണിത്തുറേശന്റെ അടുത്ത് ലഭ്യമായിരിക്കുന്നത് എന്ന് അർത്ഥം. ഇനി എന്താണ്? എവിടെ നിന്നാണ് ഇത് ലഭിക്കുന്നത്? തൃപ്പൂണിത്തുറേശാത്, തൃപ്പൂണിത്തുറേശനിൽ നിന്ന് ആണ് ഈ അനുഗ്രഹം ലഭിക്കുന്നത്. എങ്ങനെയുള്ള തൃപ്പൂണിത്തുറേശൻ? അഖില ഹിതകരാത് തൃപ്പൂണിത്തുറേശാത്. അപ്പൊ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ എന്തിന്റെ വിശേഷണങ്ങളാണ്? ഭഗവത് അനുഗ്രഹത്തിന്റെ അഥവാ വീക്ഷണത്തിന്റെ എന്താണ്? ഈ വിശേഷണങ്ങളാണ് പറഞ്ഞത്. എങ്ങനെയുള്ള തൃപ്പൂണിത്തുറേശനിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത്? എങ്ങനെയുള്ളതാണ്? അഖില ഹിതകരാത്, അഖില ഹിതങ്ങളെയും ചെയ്യുന്നവർ, അഥവാ അഖിലർക്കും ഹിതം ചെയ്യുന്നത്. രണ്ടു വിധത്തിലും പറയാം. അഖില ഹിതങ്ങളെയും ചെയ്യുന്നത്, അഖിലർക്കും ഹിതങ്ങളെ ചെയ്യുന്നത്. ഹിതമായിട്ടുള്ളത് നമുക്കറിയാം. നമുക്ക് രണ്ടു വിധത്തിലുണ്ട് ഇഷ്ടങ്ങള്. രണ്ടു വിധത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ഹിതം, പിന്നെ ഒന്ന് പ്രിയം, അഥവാ ഒന്ന് ശ്രേയസ്, ഒന്ന് പ്രേയസ്. ഇത് രണ്ടും നമുക്ക് ഇഷ്ടങ്ങളാണ്, കാമിക്കാറുണ്ട്, നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എങ്ങനെയാണ് പ്രിയത്തെ നമ്മൾ കാമിക്കുന്നത്? എന്താണ്? ആ സമയത്ത് നമുക്ക് പ്രിയമായിട്ടുള്ളതാണ് പ്രിയം. പ്രിയങ്ങളെല്ലാം എന്തായിക്കൊള്ളണമെന്നില്ല? ഹിതങ്ങളായിക്കൊള്ളണമെന്നില്ല. ഹിതം എപ്പോഴാണ് ഹിതമാകുന്നത്? എപ്പോഴാണ്? നമ്മുടെ ഭാവി നന്മയ്ക്കും
അത് ഉതകുന്ന വിധത്തിലാകുമ്പോഴാണ് അത് ഹിതമാകുന്നത്. പ്രിയമനുസരിച്ച് ചെയ്താൽ പലപ്പോഴും എന്താകും? അത് ശ്രേയസ്സിനെ അഥവാ ഹിതത്തിന് വിഘാതമായി തീരും. കുട്ടികളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്, ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോവുക. ആ സമയത്ത് എന്താണ്, ഒരു പഠിക്കാൻ പ്രയാസമുള്ള ഒരു വിഷയം, അത് ഒരു ഇന്നിപ്പോൾ അത് ക്ലാസ്സിലിരിക്കുന്നു വേണ്ട, നമുക്ക് എവിടേക്കെങ്കിലും പോവാം, ഒരു ഉല്ലാസം, മാനസിക ഉല്ലാസം. ക്ലാസ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സിനിമയ്ക്ക് പോകുന്നു. പഠിക്കാൻ പ്രയാസമുള്ള വിഷയമായതുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ എന്താണ്, എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ തോന്നും അങ്ങനെ പോകണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പൊ ആ സമയത്തെ പ്രിയം നോക്കി അങ്ങോട്ട് പോയി. ഭാവിയിൽ അതെന്തായി തീർന്നു? അത് നമുക്ക് ശ്രേയസിന്റെ ഹാനിക്ക് കാരണമായി തീർന്നു. അപ്പോ പ്രിയം അതാണ്, താത്കാലികമായിട്ടുള്ള സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ്, ഭാവി നന്മയ്ക്ക് ഉതകുന്നില്ല എന്നുള്ളതാണ് എന്ത്? ഹിതം, പ്രിയം എന്ന് പറയുന്നത്. ഹിതം അങ്ങനെയല്ല. നമ്മളത് അനുഷ്ഠിക്കുന്ന സമയത്ത് എന്താണ്? അനുഷ്ഠിക്കുന്ന സമയത്ത് അത് നമുക്കത്ര ഇഷ്ടമായി കൊള്ളണമെന്നില്ല, എങ്കിലും അത് ഭാവി നന്മയ്ക്ക് ഉതകുന്നതാണ്. അല്ലെ? നമ്മളൊരു കഷായമൊക്കെ കുടിക്കുന്നത് പോലെയാണ്. കുടിക്കുന്ന സമയത്ത് വേണ്ട ഇത് എന്ന് തോന്നും, ഇതങ്ങ് നിർത്തിയാലോ എന്ന് തോന്നും. പക്ഷെ നിർത്താതെ അതിനെ സേവിച്ചാൽ, വൈദ്യൻ പറഞ്ഞതുപോലെ സേവിച്ചാൽ എന്തുണ്ടാകും? ഭാവിയിലെ രോഗപ്രശമനമുണ്ടാകും, കൂടുതൽ സൗഖ്യത്തിന് അത് കാരണമായി തീരും. അല്ലെ? യുദ്ധം നിർത്തിക്കളയുക എന്നുള്ളത് അർജുനന് പ്രിയമായിരുന്നു. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അത് പറ്റില്ല അർജുന, നിനക്കത് പ്രിയമല്ലെങ്കിലും നീ അത് ചെയ്തേ പറ്റൂ, അതാണ് നിനക്ക് ഹിതകരമായിട്ടുള്ളത് എന്നാണ് ഭഗവാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒരു സംഗ്രഹം, ആശയത്തിന്റെ സംഗ്രഹം. നമ്മുടെ അർജുനനുണ്ടായതായ ആ കപിഭാവം, കപിധ്വജൻ. പലപ്പോഴും നമ്മൾ പ്രിയങ്ങളുടെ അടുത്ത് കപിധ്വജന്മാരാകാറുണ്ട് നമ്മൾ. ആ പദം വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. സുകുമാരൻ സാർ അത് തർജ്ജമ ചെയ്തപ്പോ അവിടെ ഹനുമാൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഹനുമാൻ എന്ന പദമല്ല അദ്ദേഹം പ്രയോഗിച്ചത്. വ്യാസൻ അവിടെ പ്രയോഗിച്ചത് എന്താണ്? കപിധ്വജ എന്ന് പറഞ്ഞു. അപ്പൊ കപിധ്വജൻ, കപി കുരങ്ങനാണ്, കുരങ്ങൻ കൊടിയടയാളമായിട്ടുള്ളവൻ. അവിടെ അർജുനന്റെ മുഖമുദ്ര തന്നെ എന്താണ്? കുരങ്ങനാണ്. കുരങ്ങൻ എന്തിന്റെ പ്രതീകമാണ്? ചപലതയുടെ പ്രതീകമാണ്. അർജുനന്റെ മനസ്സ് ചഞ്ചലമായി എന്ന അർത്ഥത്തിലാണ് എന്ത് പറയുന്നത്? കപിധ്വജ എന്ന പദം അവിടെ പ്രയോഗിക്കുന്നത് വ്യാസന്റെ ഓരോ പദപ്രയോഗവും ബൃഹത്തായ ഓരോ ആശയങ്ങളെ ധ്വനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അഭിവ്യഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളും എവിടെയൊക്കെ നമ്മൾ പ്രിയങ്ങളെ നോക്കുന്നുവോ അവിടെയൊക്കെ നമ്മൾ കപിധ്വജന്മാരാണ് എന്ന സത്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. അല്ലെ? വേണ്ട, അല്ലെ? ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് നീ പഞ്ചസാര കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നല്ല പായസം കാണുമ്പോ ഒരു ദിവസമൊക്കെ കഴിക്കാം എന്ന് തോന്നുക. അല്ലെ? അവിടെ എന്താണ്? മനസ്സിളകി കഴിക്കരുത് എന്ന് വിചാരിച്ചത് കഴിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കപ്പെട്ടു, കഴിച്ചു, പിറ്റേ ദിവസം അതിന്റെ ഗുണം അനുഭവിക്കുകയും ചെയ്യും. അപ്പോ അവിടെയൊക്കെ ഓർക്കുക, പ്രിയങ്ങളുടെ പിന്നാലെ പോകാൻ തോന്നുമ്പോൾ, അർജുനനും അതല്ലേ പ്രിയമായത്. ഇവിടെ ആചാര്യന്മാരും മാതുലന്മാരും പിന്നെന്താണ് ബന്ധുക്കള്, പുത്രാൻ പൗത്രാൻ, പിന്നെന്താണ് പുത്രന്മാര് പൗത്രന്മാര് മാതുലന്മാര്, ശരാ ആരൊക്കെയാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ട് വേണ്ട, രാജധർമ്മം അതെല്ലാം പോകട്ടെ, ക്ഷത്രിയധർമ്മം എല്ലാം പോകട്ടെ, ഞാൻ എന്ത് ചെയ്യാണ് ഞാൻ? ഭൈക്ഷ്യമഭി ഇഹലോകേ. അല്ലെ? മഹാനുഭാവന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ കൊന്നിട്ട് രാജ്യം പ്രാപിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരം എന്താണ് എന്ന് തോന്നുന്നു. എന്താണ്? ഭൈക്ഷ്യമഭീഹ ലോകേ. ഇവിടെ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുക. അവിടെ എന്താണത്? അവിടെ പ്രിയമാണ് നിൽക്കുന്നത്. ഭഗവാൻ ഉപദേശിക്കുന്നത് ഹിതമാണ്. തത്കാലത്തേക്ക് നിനക്ക് ഇഷ്ടമല്ല, ശരി, പക്ഷെ ചെയ്തേ പറ്റൂ അർജുന, ഇതാണ് നിന്റെ ധർമ്മം. അല്ലെ? പൂർണ്ണ വേദങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്. തൃപ്പൂണിത്രയീശൻ, അല്ലെ? അതാണ് തൃപ്പൂണിത്രയീശൻ, ഇതാണ് പറയുന്നത്. അത് വേദം പൂർണ്ണത്രയി എന്താണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? നിന്റെ ധർമ്മം നീ
അനുഷ്ഠിക്കണം എന്നാണ്. അവിടെ ഉർവശിയെ കൊണ്ട് പറയിക്കുന്നുണ്ട്. പുരൂരവസുമായിട്ടുള്ള സംവാദത്തിൽ ഋഗ്വേദത്തിൽ പറയുന്നതാണ്. പുരൂരവസനോട് ഉർവശി പറയുകയാണ്, സമസ്മിൻ ജായമാന ആസദഗ്നാഹ ഉദയമവർദ്ധൻ നദ്യസ്വഗൂർത്താഹ മഹേയത്വാ പുരൂരവോരണായ അവർദ്ധയൻ ദസ്യുഹത്യായ ദേവാഹ. പുരൂരവസേ, നീ നിന്റെ ഈ ഭാവങ്ങളൊക്കെ ഒരുപക്ഷെ ഇതിന്റെ ഒരു ബ്രഹ്മണമാണ് നമ്മൾ ഭഗവത്ഗീതയിൽ കാണുന്നത്. പുരൂരവസനോട് പറയാം, ഇതൊന്നുമല്ല നീ. എന്താണ്? സമസ്മിൻ ജായമാനെ ആസദ ഗ്നാഹ. പുരൂരവസേ, നീ രാജാവായത് ഗ്ന. ഗ്ന എന്ന് പറഞ്ഞാൽ ആരാണ്? സ്ത്രീ എന്ന് അർത്ഥം. ഗ്ന, നമ്മുടെ ഗൈനി എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മള്. ഗൈനക്കോളജി അല്ലെ, സ്ത്രീ രോഗം. ഗ്ന എന്ന് പറഞ്ഞ സ്ത്രീ എന്നാണ് അർത്ഥം. അപ്പോ നീ രാജാവായപ്പോൾ അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ അഭിമതം ഉണ്ടായിരുന്നു, ഇംഗിതം ഉണ്ടായിരുന്നു. സ്ത്രീകളുടെയും കൂടെ ഇംഗിതത്തിനനുസരിച്ചിട്ടാണ് ആരുണ്ടാവുന്നത്? ഒരു രാജാവ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അത് നിന്റെ കേമത്തം കൊണ്ടല്ല എന്നാണ്. ഉദയം അവർദ്ധൻ നദ്യസ്വഗൂർത്താഹ. നീ വളരെ സമ്പന്നനാണ്. പക്ഷെ നീ സമ്പന്നനായത് സ്വഗൂർത്താഹ നദ്യ, സ്വന്തം സ്വേച്ഛയാ പ്രവഹിക്കുന്ന നദികളുള്ളത് കൊണ്ടാണ് നീ സമ്പന്നമായത്. നിന്റെ രാജ്യം ഫലഭൂയിഷ്ഠമായത് അല്ലെ, മണ്ണ്. നീ സമ്പന്നനായതും അതുകൊണ്ടാണ്. പിന്നെ നിനക്ക് എന്താണുള്ളത്? നിനക്ക് മഹത്തായ ഒരു ധർമ്മം നിനക്കുണ്ട്. അതെന്താണ്? മഹേയത്വ പുരൂരവോ രണായ. മഹത്തായ രണത്തിനു വേണ്ടിയാണ്. എങ്ങനെയുള്ള രണം? ദസ്യുഹത്യായ, ദസ്യുക്കളെ, രാജ്യത്തിന്റെ ശത്രുക്കളെ നിഹനിക്കുന്നതിനുള്ള മഹത്തായ യുദ്ധം ആണ് നിന്റെ ചുമതല. അതിനാണ് നിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതാണ് നിന്റെ കഴിവ് കൊണ്ടല്ല അത്. ആ കടമ നീ വിട്ടാൽ എന്താണ്? ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്നത് പോലെ തദസ്വധർമ്മം കീർത്തിംച ഹിത്വ പാപമവാപ്സ്യസി. നിന്റെ ധർമ്മവും കീർത്തിയും എല്ലാം വിട്ട് അർജുന നീ പാപിയായിത്തീരും. ഇത് തന്നെയാണ് ഉർവശി പറയുന്നത്. അതാണ് വേദങ്ങളുടെ ആശയങ്ങൾ തന്നെയാണ് ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും ഭഗവത്ഗീതയിലൂടെയും ഒക്കെ നമ്മളിലേക്ക് വരുന്നത്. ഇതിഹാസം എന്ന് പറഞ്ഞപ്പോ ഭഗവത്ഗീതയിൽ അതിൽ അന്തർഭവിച്ചു, മഹാഭാരതത്തിൽ. പക്ഷെ വേദങ്ങളുടെ ഉപബ്രഹ്മണമാണ് ഇതെല്ലാം. എന്തിനാണ് അങ്ങനെ വേദങ്ങൾ ഉപബ്രഹ്മണം ചെയ്ത് ഈ സാഹിത്യമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്? വേദം എല്ലാവർക്കും പഠിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാലോ ജനങ്ങൾക്ക് മുക്തിക്കായിട്ടുള്ള ആ സാരോപദേശങ്ങൾ അത് ജനങ്ങൾക്ക് കിട്ടുകയും വേണം. വേദം അത്ര പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ വൈദികമായ ആശയങ്ങൾ ഇതാ താഴേക്ക് കൊണ്ടുവന്ന് എവിടം വരെ എത്തിച്ചു? ഭഗവത്ഗീതയിൽ വരെ എത്തിച്ചു. അപ്പൊ എന്തായി? യുദ്ധം രാജാവിന്റെ സവിശേഷമായ കർത്തവ്യമാണ്. അത് ചെയ്യാത്ത രാജാവ് എവിടെയാണ്? രാജാവിന് നരകമാണ് പിന്നെ വിധിച്ചിട്ടുള്ളത്. അപ്പോ എന്ത് ചെയ്യണം? മഹേയത്വ പുരൂരവോ രണായ അവർദ്ധയൻ. അതിനാണ് നിന്നെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ദസ്യുഹത്യായ ദേവാഹ, ദൈവികമായ നിയോഗമാണത്. അത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇംഗിതം അനുസരിച്ചാണ് അത് നടക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇതെന്താണ്? ഇവിടെ ഈ ഹിതം അഖില ഹിതകരമാണ്. ഇത് അഖിലർക്കും ഹിതമായ കാര്യം ചെയ്യുക. അർജുനോട് പറഞ്ഞ പോലെ നിന്റെ പ്രിയം നീ വിട്. ഇതൊക്കെ കളഞ്ഞ് ഭിക്ഷാടനം നടത്താനാണ് നിനക്ക് പ്രിയം, അത് വിട അർജുന. നീ നിനക്ക് ഹിതമായിട്ടുള്ള കാര്യം ചെയ്യുക. അതാണ് ശ്രേയസ്കരം. അല്ലാത്തത് എന്താണ്? ഹിതവും പിന്നെ എന്താണ്? പ്രിയവും ഹിതവും എന്ന് പറഞ്ഞ പോലെ ഇതിനെന്ത് പറയാം? ശ്രേയസ്സും പ്രേയസ്സും. ഹിതമായിട്ടുള്ളത് ശ്രേയസ്കരമാണ്. പിന്നെയോ പ്രിയമായിട്ടുള്ള എന്താണ്? അത് പ്രേയസ്സാണ്. പ്രേയസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു പദമാണിത്. പ്രേയസ്, പ്രിയതരം എന്നാണ് അതിന്റെ അർത്ഥം. പ്രിയം, പ്രിയതരം, പ്രിയതമം. അതിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രിയം, പ്രേയസ്, പ്രേഷ്ഠം. ഇപ്പൊ പ്രേയസ് എന്നുള്ളത് കമ്പാരിറ്റീവ് ഡിഗ്രിയുള്ള ഒരു പദമാണ്. അതിന്റെ സൂപ്പർലേറ്റീവ് പ്രേഷ്ഠം എന്ന് ആണ്. അപ്പോൾ ഇങ്ങനെ എന്താണ്? പ്രിയങ്ങളെ വിട്ട് ഹിതം അനുഷ്ഠിക്കുക, ഇതാണ്. അപ്പൊ അഖിലർക്കും ഹിതത്തെ ചെയ്യുന്നതാണ് ഈ ഭഗവാൻ ഈശ്വരനർത്ഥം. എന്തല്ല? അഖിലരുടെയും പ്രിയങ്ങൾ ചെയ്യുന്നതല്ല എന്ന് കൂടെ മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ പ്രിയത്തിന് വേണ്ടി ആണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്.
പക്ഷെ അങ്ങനെയുള്ള പ്രിയമല്ല. ആ പ്രിയം തന്നെ നിനക്ക് ഹിതമാണെങ്കിൽ അത് നിനക്ക് നൽകിയിരിക്കും. പക്ഷെ ആ പ്രിയം നിനക്ക് ഹിതകരമല്ലെങ്കിൽ അതിനെ നൽകുന്നവനല്ല. എന്ത് ചോദിച്ചാൽ കിട്ടാന്നുള്ളതല്ല, നിനക്ക് പ്രിയമായിട്ട്. അല്ലെ? കുട്ടികൾ, നമ്മുടെ കുട്ടികളെ പോലെയാണ്. നമ്മൾ പലതും ചോദിക്കും. ചോദിക്കുന്നതെല്ലാം മുതിർന്നവർ നമുക്ക് നൽകുകയില്ല. അല്ലേ? അച്ഛൻ ബ്ലേഡ് ഉപയോഗിച്ച് അച്ഛൻ ഷേവ് ചെയ്യുന്നത് കണ്ടു. കുട്ടി പറഞ്ഞു എനിക്കും വേണം ബ്ലേഡ് പറഞ്ഞു. അച്ഛൻ കുട്ടിക്ക് സ്നേഹം കൊണ്ട് കുട്ടിക്ക് ആ ബ്ലേഡ് കൊടുക്കും. കുട്ടി ചോദിക്കുന്ന ബ്ലേഡാണ്. പക്ഷെ എന്ത് ചെയ്യില്ല ആ കുട്ടി, അച്ഛൻ കുട്ടിക്ക് ആ ബ്ലേഡ് എന്താണെങ്കിലും കളിക്കാൻ കൊടുക്കില്ല. പകരം വേറെന്തെങ്കിലും ഒക്കെ എടുത്തു കൊടുക്കും. കാരണം എന്താണ്? അത് കുട്ടിക്ക് ഹിതകരമല്ല എന്ന് അച്ഛൻ നന്നായി അറിയുന്നു. അല്ലെ? അടുക്കളയിൽ അമ്മ മുളക്, നല്ല കാന്താരി മുളക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ, കുഞ്ഞ് ചോദിക്കുകയാണ് അതിലൊരു മുളക് എനിക്കെന്താ എന്ന് പറഞ്ഞാൽ അമ്മ കുഞ്ഞിന് മുളക് കൊടുക്കും? കൊടുക്കില്ല. അത് കുട്ടിക്ക് എന്തല്ല, ഹിതകരമല്ല. അപ്പൊ അതുകൊണ്ട് സർവർക്കും ഹിതങ്ങളെ പ്രദാനം ചെയ്യുന്ന എന്നുള്ള വിശേഷണം നാം മറന്നുകൂടാ. ഇനി പിന്നെയും എന്താണ്? അപ്പൊ അഖില കരനാണ് ആ ദേവൻ. പിന്നെയോ യം, ഏതൊരു ദേവനെയാണു സന്തഹ സജ്ജനങ്ങൾ ചിന്താ സന്താന സന്താനക കരയുകളാത് അഖിലഹിതകരാത് എന്നാണ്. ആരിൽ നിന്നാണ്? ചിന്താ സന്താന സന്താനക കരയുകളൻ ആയ ദേവനിൽ നിന്നാണ് ഈ അനുഗ്രഹം നൽകുന്നത്. എന്തൊക്കെയാണ്? ചിന്താസന്താനങ്ങളെ, ചിന്തകളുടെ സന്താനം. സന്താനം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തതി, സന്തതമായി പോവുക, തതമായി പോവുക. എന്താണ് തതമാവുക എന്ന് പറഞ്ഞാൽ? അങ്ങനെ നീണ്ട് നീണ്ട് പോവുക, അല്ലെ? തുടർന്ന് തുടർന്ന് പോവുക. അതാണ് നമ്മൾ സന്തതി എന്ന് പറയുന്നത്. ഒരു മുത്തശ്ശൻ, ആ മുത്തച്ഛന്റെ സന്തതിയായി നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടായി, ആ മാതാപിതാക്കളുടെ സന്തതികളായി, അതായത് ആ പരമ്പരയായിട്ട് തുടർന്ന് കൊണ്ടുപോകുന്നത്. സന്തതം, നിരന്തരമായി, ബ്രേക്ക് ഇല്ലാതെ കൊണ്ടുപോകുന്നത് എന്നർത്ഥമാണ്. അന്നിനി നമ്മുടെ മക്കള്, മക്കളുടെ മക്കള്, അങ്ങനെ പോകുന്നു. ചിന്തകളുടെ സന്താനം, തുടർച്ചയായി വരുന്ന ചിന്തകൾ. ആ ചിന്താസന്താനത്തിന്റെ സന്താനകം, അതിനെ സന്താനകമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ വീണ്ടും വിസ്തൃതമാക്കി കൊണ്ടുപോവുക. നമ്മുടെ ചിന്തകളുടെ സന്തതികളെ സന്തതമാക്കുക, അതിനെ എന്താണ്? തുടർന്ന് കൊണ്ടുപോകുന്നതായ, അതിന് സഹായിക്കുന്നതായ സന്താനകരമായ കരയുകളാത്, കരയുഗളനായിട്ടുള്ള, കരയുഗളം, യുഗളം എന്ന് പറഞ്ഞാൽ യുഗ്മം, ദ്വന്ദ്വം, ഇരട്ട. കരയുഗളം, കരങ്ങളുടെ യുഗളം, രണ്ട് കരങ്ങൾ. അപ്പൊ നമ്മുടെ ചിന്താ പദ്ധതികളുടെ, ചിന്താസന്താനങ്ങളുടെ തുടർച്ചയെ ചെയ്തു തരുന്നതും അഖിലഹിതങ്ങളെ പ്രദാനം ചെയ്യുന്നതും ആയി സന്തഹ, സജ്ജനങ്ങൾ ആരെ പറയുന്നുവോ ആ തൃപ്പുണിത്തരേശന്റെ അനുഗ്രഹം നിയമിജന പാനപാത്ര പ്രകാര, മനസ്സിന്റെ സംയമനം ഉള്ള ആളുകൾക്ക് ഉള്ളിൽ തന്നെ അനുഭവിക്കുവാൻ പറ്റുന്നതായിട്ടുള്ള ആ അനുഗ്രഹം ദൈവാശ്വത്തെ നമുക്കായി നിയന്ത്രിച്ച് നിർത്തുവാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. ഭക്തന്മാർക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്യുന്നതാണ്. സുരപതിയുടെ അങ്ങനെയുള്ള ആ സുരപതി സഹജന്റെ അനുഗ്രഹം നമ്മളെ ഇവിടെ തന്നെ ആശ്രയിക്കുന്നവരാക്കട്ടെ. ഇവിടെ നിന്ന് മറ്റുള്ള എന്താണ് ഉപാധികളെ അന്വേഷിച്ച് പോകുന്ന ചാഞ്ചല്യം നമുക്ക് ഇല്ലാത്തവരാക്കി തീർക്കട്ടെ എന്ന് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇവിടെ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. അതെന്താണ്? കരയുഗളാത്. കരയുഗൾ എന്ന് പറയുമ്പോൾ കൈകളുടെ ഇരട്ട എന്നർത്ഥം. രണ്ട് കൈകൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കറിയാം ഭഗവാൻ ആരാണ്? ചതുർബാഹുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ ആ ചതുർബാഹു രൂപമാണ് എനിക്ക് വീണ്ടും കാണാൻ ഇടയാകട്ടെ എന്ന് അർജുനൻ പറഞ്ഞതും. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് കരം എന്ന് പറഞ്ഞത് എന്നാണെങ്കിൽ, ഈ തൃപ്പുണിത്തരേശന്റെ ഒരു ധ്യാന ശ്ലോകം ഉണ്ട്. പുലിയന്നൂർ ആര്യൻ നമ്പൂതിരി പാടാണത് എഴുതിയിരിക്കുന്നത്. അതിൽ നോക്കിയാൽ ആ തൃപ്പുണിത്തറയിലെ പ്രതിഷ്ഠ എങ്ങനെയുള്ളതാണ് എന്ന് അതിൽ സ്പഷ്ടമാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് രണ്ട് കരം എന്ന് പറഞ്ഞതിന്റെ പ്രസക്തി എന്താണെന്ന് നോക്കാം. ആ പ്രതിഷ്ഠ ഇപ്രകാരമാണ്. തൃപ്പുണിത്തറയിൽ വാമം പാദം പ്രസാര്യ ശ്രിതദുരിതഹരം ദക്ഷിണം കുഞ്ചയിത്വാ ജാനുന്യാധായ വാമേതരം
ഇതരകരം ശേഷഭോഗേ നിധായ പശ്ചാത് പാണിദ്വയേന പ്രതിഭടശമനേ ശംഖചക്രേ ദധാനോ ദേവോ ഭൂഷാദിയുക്ത ത്രിദശപതിനുത പാതു പൂർണ്ണത്രയീശ. പൂർണ്ണത്രയീശൻ നമ്മളെ രക്ഷിക്കട്ടെ. എങ്ങനെയുള്ള പൂർണ്ണത്രയീശനാണ്? അതായത് ആ പ്രതിഷ്ഠ ഈ വിധത്തിലുള്ളതാണ്. സന്താനഗോപാലം കഥ നമുക്ക് അറിയാം. ഒരു ബ്രാഹ്മണന്റെ സന്തതികളൊക്കെ ജനിക്കുമ്പോഴേ മരിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ആ കുട്ടികളെ രക്ഷിക്കാനായിട്ട് അർജുനൻ പ്രതിജ്ഞയെടുത്തു. അർജുനൻ തന്റെ വില്ലുകൊണ്ട്, ശരങ്ങൾ കൊണ്ട് ഒരു ഗർഭഗൃഹമുണ്ടാക്കി അതിലാക്കി ആ ബ്രാഹ്മണ സ്ത്രീയുടെ പ്രസവം. പക്ഷേ ആ പ്രസവത്തിൽ എന്താണ് ഉണ്ടായത്? അർജുനൻ അതിനെ രക്ഷിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു അർജുനൻ. അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ആത്മാഹൂതി ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ആ ശിശുവിനെ പോലും കാണാൻ കിട്ടിയില്ല. അതാണ് ഈശ്വര പ്രഭാവം. അപ്പൊ എന്തായി? അർജുനൻ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഭഗവാനോടെ തടഞ്ഞു. കൃഷ്ണൻ അർജുനനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ പിഴയേതാനും ചെയ്തു പോയെങ്കിലും എന്താണ്, നിന്റെ ഈ സുഹൃത്തുണ്ട് നിന്നെ രക്ഷിക്കാൻ. എത്രയ്ക്ക് ശോചനീയമായ അവസ്ഥയിൽ നീ നിപതിച്ചാലും നിന്നെ രക്ഷിക്കാൻ ഈശ്വരനുണ്ട് അർജുന, ഈ ഞാൻ ഉണ്ട്. ഇതാണ് നമുക്ക് പ്രത്യാശ നൽകേണ്ട ഒരു പാഠം, അല്ലെ? എത്രയ്ക്ക് നമ്മുടെ ശോചനീയമായ അവസ്ഥയിൽ ആയിക്കൊള്ളട്ടെ, എന്തുണ്ട്? ഈശ്വരാനുഗ്രഹം എന്നൊന്നുണ്ട്. അതിൽ അഭയം തേടാൻ, ശരണം തേടാൻ കഴിഞ്ഞാൽ നാം നിരാശരാകേണ്ടതില്ല എന്നാണ് അവിടെ കാണിക്കുന്നത്. എന്നിട്ട് അർജുനനെയും കൂട്ടി വിഷ്ണു ലോകത്തേക്ക് പോവാണ്. വിഷ്ണു ഭഗവാനെ കാണാൻ പോവാണ്. ആ സമയത്ത് കൃഷ്ണനും അർജുനനും ഇങ്ങനെ വരുന്ന സമയത്ത് വിഷ്ണു ഭഗവാൻ തൻ്റെ അനന്തശയ്യയിൽ എഴുന്നേറ്റിരിക്കുന്നതായിട്ടാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് ആ സന്താനങ്ങളെ മുഴുവൻ തിരിച്ചു നൽകുവാനുള്ള മനസ്സോടെ ഇരിക്കുന്ന ഭഗവാനാണ്. അങ്ങനെ ഒരു പ്രതിഷ്ഠ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് ചോദിക്കാനാണ് ഈ വരുന്നത് കൃഷ്ണനും അർജുനനും? അത് കൊടുക്കാനായിട്ട് എന്താണ്, നമ്മളെങ്ങനെയാ വലിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആള് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കിടക്കായിരിക്കും. ഉടനെ ആരാ വരുന്നത്, എന്താ വരുന്നത്, നമ്മളിങ്ങനെ എഴുന്നേറ്റ് നിന്ന് നോക്കുന്നത് പോലെയാണ് ഇവിടെ. ഭഗവാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ആ കിടപ്പ് നോക്കുക. വാമം പാദം പ്രസാര്യ, വാമപാദം ഇടത്ത് കാലിനേതാ ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുന്നു. എവിടെ? ഈ ശയ്യയിൽ, അനന്തന് മുകളിൽ. എന്നിട്ടോ വാമം പാദം പ്രസാര്യ ശ്രിത ദുരിതഹരം ദക്ഷിണം കുഞ്ചയിത്വ. ആ പാദം എങ്ങനെയുള്ളതാണ്? ശ്രിത ദുരിതഹരം, ശ്രിതന്മാർ, ആശ്രിതന്മാരായ ആളുകളുടെ ദുരിതത്തെ ഹനിക്കുന്നതാണ് ആ വാമപാദം. ആ വാമപാദമാണ് പ്രസാര്യ, പ്രസാരണം ചെയ്ത് അങ്ങ് നീട്ടി വെച്ചിരിക്കുകയാണ്. അത് എന്താണ്? ആശ്രിതരുടെ ദുരിതങ്ങളെ ഹനിക്കുന്ന ആ പാദം അങ്ങനെ നീട്ടി വെച്ചിരിക്കുന്നു. മറ്റേ പാദമോ കുഞ്ചിതം, അതിനെ ആ കുഞ്ചിതമായിട്ട്. അപ്പൊ ഒരു കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് മറ്റേ കാലിങ്ങനെ എഴുന്നേൽക്കുന്ന ഭാഗ, മറ്റേ കാലിങ്ങനെ ഇങ്ങനെ മടക്കിയിട്ടും എന്നർത്ഥം. ദക്ഷിണം കുഞ്ചയിത്വ, ദക്ഷിണപാദത്തെ ഇങ്ങനെ മടക്കിയിട്ട്. പിന്നെ എന്താണ്? ജാനുന്യാധായ വാമേതരം കരം, വാമേതര കരം ജാനുനി ആദായ. വാമേതരം, വാമം ഇടത്ത്, മനോഹരം എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. വാമ ഇതര കരം, അതായത് ദക്ഷിണകരം. ദക്ഷിണകരത്തെ ജാനുന്യാദായ, വലത്ത് കൈ ഈ കാൽമുട്ടിൽ വെച്ചിട്ട്, ഇതരകരം ശേഷഭോഗേ നിധാന, ഒരു കൈയെ ഈ കാലിൽ ഇങ്ങനെ കാൽമുട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. മറ്റേ കൈയോ ഈ ശേഷഭോഗി, ശേഷനാകുന്ന ആ ശേഷന്റെ ഭോഗത്തിൽ, പണത്തിൽ, ശേഷന്റെ പണത്തിലാണ് മറ്റേ കൈ വെച്ചിട്ടുള്ളത്. ഇടത് കൈ അതിലിങ്ങനെ വെച്ചിരിക്കുക. ഒരു കൈ കാൽമുട്ടിൽ, ഒരു കൈ ശേഷന്റെ ഭണത്തിലും ഇങ്ങനെ വെച്ചിരിക്കുന്നു. നിധായ. എന്നിട്ട് പശ്ചാത്, പിന്നിലുള്ള രണ്ട് കരങ്ങൾ. പശ്ചാത് പാണിദ്വയേന, പിന്നിലുള്ള രണ്ട് കരങ്ങൾ. എങ്ങനെയുള്ള കരങ്ങളാണത്? പ്രതിഭട ശമനേ ശംഖചക്രേ ദധാനഃ. പിന്നിലെ രണ്ട് കരങ്ങളിൽ പ്രതിഭടന്മാരെ ഹനിക്കുന്നത്. പ്രതിഭടന്മാരെന്ന് പറഞ്ഞാൽ ശത്രുഭടന്മാര്, ശത്രുക്കളായ ഭടന്മാരെ ഹനിക്കുന്നതായ ശംഖചക്രങ്ങൾ, ഗദാപത്മങ്ങൾ ഉള്ള കൈകളാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ശംഖും ചക്രവും പിന്നിലുള്ള കരങ്ങളിൽ പിടിച്ചിരിക്കുന്നു. ശംഖചക്രേ ദധാനഃ ദേവോ ഭൂഷാദിയുക്തഃ.
അങ്ങനെയുള്ള ദേവൻ എന്താണ്? ഭൂഷണങ്ങളൊക്കെ അണിഞ്ഞവനായിട്ടാണ് ഇരിക്കുന്നത്. ത്രിദശപതിനുതഹ, ത്രിദശപതിയാൽ നമിക്കപ്പെടുന്നവൻ. ത്രിദശന്മാര് ദേവന്മാര്, അവരുടെ പതി ഇന്ദ്രൻ. ദേവേന്ദ്രന്മാരുടെ പതിയാൽ നുതഹ, നമിക്കപ്പെടുന്നവനായി ഇരിക്കുന്ന ആ പൂർണ്ണത്രയീശൻ നഹാപാതു, നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ്. അപ്പൊ ഭഗവാന്റെ ആ ഇരിപ്പ്. അപ്പൊ എന്താണ്? ആ രണ്ട് കരങ്ങൾ എന്ന് പറയുന്നതിന് കാരണം എന്താണ്? രണ്ട് കരങ്ങളിലാണ് ശത്രു സംഹാരത്തിനുള്ളതായ ഈ ആയുധങ്ങൾ പിടിച്ചിരിക്കുന്നത്. മറ്റ് രണ്ട് കരങ്ങൾ എന്താണ്? അഭീഷ്ടപ്രദായികളായി വർത്തിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് അഭീഷ്ടങ്ങളെ പ്രദാനം ചെയ്യുവാൻ വർത്തിക്കുന്നതായ ആ കരങ്ങൾ നമ്മളെ രക്ഷിക്കട്ടെ. അങ്ങനെയുള്ള കരങ്ങളോട് കൂടിയ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ്, അങ്ങനെയാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഞാൻ ഒന്നുകൂടെ ശ്ലോകം ചൊല്ലാം. ഹന്യാത് അന്യാശ്രയം ദ്രാക് സുരപതി സഹജാനുഗ്രഹ പ്രഗ്രഹോ ദൈവാശ്വസ്യാശ്വാസദോനോ നിയമിജനമന പാനപാത്ര പ്രകാരഃ യം തൃപ്പൂണിത്രയേശാദ് അഖില ഹിതകരാദ് ലബ്ധുമിച്ഛന്തി സന്ത ചിന്താ സന്താന സന്താനകരയുകളാ ആത്മ സാമ്രാജ്യലബ്ധ്യൈ. നമസ്കാരം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വേഗം ചോദിച്ചാൽ നമുക്ക്. ചിന്താ സന്താന സന്താനക, അത് രണ്ട് സന്താനം വന്നത് അത് വേണ്ടിയിട്ടാണോ? നമ്മുടെ ചിന്താ സന്താനങ്ങളെ സന്താനകം, അതിനെ എന്താണ്? വിപുലീകരിക്കുന്ന, തുടർന്ന് കൊണ്ടുപോകുന്നു. നമ്മുടെ ചിന്താ പദ്ധതികളെ തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് സഹായകമായിട്ടുള്ളത്. ആദ്യത്തെ സന്താനം ജനിക്കുന്ന ചിന്തകളുടെ സന്തതികൾ അതിനെ സന്താനം, അതിനെ വിപുലീകരിക്കുക. അതേക്കുറിച്ച് മറ്റ് സംശയങ്ങള് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് നമ്മുടെ സമയം അധികം നീട്ടുന്നതിന് മുൻപായിട്ട് ചോദിച്ചു കൊണ്ടാട്ടെ. സംശയമില്ല ഗോപിച്ചേട്ടാ, സംശയമില്ല. ഇവിടെ ഒരു ഫോട്ടോ ഞാനിത് കാണിക്കാൻ ശ്രമിച്ചു, പക്ഷെ ക്ലിയർ ആയിട്ട് വരുന്നില്ല എനിക്ക്. പക്ഷെ ഇപ്പൊ എക്സ്പ്ലനേഷൻ കേട്ടപ്പോ എനിക്ക് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലായി. ഒരു സ്നേഹം മുഖത്തിനടുത്ത് വെക്കും, മുഖത്തിന്റെ മുന്നിൽ വെച്ചാൽ കാണാം. ഫേസിലോട്ട് വെക്കുക ചേച്ചി, ഫേസിന്റെ മുന്നിൽ കാണുന്നു. ഓ വെരി ഗുഡ്. എനിക്ക് കാണുന്നില്ലല്ലോ. സ്വല്പം കൂടെ പൊക്കി വെക്കേ, സ്വല്പം കൂടെ പൊക്കിക്കോളൂ. അടുപ്പിച്ച് ഇച്ചിരൂടെ ക്യാമറയുടെ. അനന്തനെ കാണാം. അനന്തൻ സർക്കിളായിട്ട് ഇരിക്കുന്നതിന്റെ മുന്നിൽ ഒരു കാല് പൊക്കി ഒരു കാല് താത്തിട്ട് ഇപ്പം പറഞ്ഞ ആ ശ്ലോകത്തിലിരിക്കുന്ന പോലെ തന്നെയാണ്. വെരി നൈസ്, വെരി നൈസ് ചേച്ചി. താങ്ക് യു. ഇപ്പൊ എനിക്കും ഒരു പ്രത്യേക പ്രേമം തോന്നുന്നു. കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോ. വളരെ അപ്രോപ്രിയേറ്റ് ആയിരിക്കുന്നു. മറ്റാരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ സാറിന്റെ ഇന്നത്തെ ഈ പ്രഭാഷണം കേട്ടപ്പോൾ മനസ്സ് എത്രയോ ഉന്നതമായ തലങ്ങളിലേക്കാണ് ഉയർന്നു പോകുന്നത്. ഏതെല്ലാം തരത്തിലാണ് സാറിന്റെ ആ പദസ്വാധീനം കൊണ്ട് അദ്ദേഹത്തിന്റെ നാവിൽ സരസ്വതി ദേവി വിളയാടുകയാണ്, നൃത്തം ചുവട്ടുകയാണ്. ആ വാക്കുകൾ കൊണ്ടുള്ള ആ പ്രയോഗം സാറെ നമ്മുടെ മനസ്സിനെ ഏതെല്ലാം ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്നു. ഒരുപക്ഷെ സ്വാമി വിഭാവന ചെയ്തതിൽ കൂടുതലായിട്ട് നമ്മൾ അർത്ഥമാനങ്ങൾ സാറ് തീർച്ചയായിട്ടും തരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പുലിയന്നൂർ നമ്പൂതിരിയെ പാടിന്റെ ആ ശ്ലോകം ഇവിടെ എഴുതി ചേർക്കാനായി, ഇവിടെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് കഴിഞ്ഞിട്ടുള്ളതും. ഈ തരത്തിലെല്ലാം വളരെയേറെ ഞങ്ങളല്ല, നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ കൂടി അദ്ദേഹത്തിന്റെ ആത്മഹർഷം കൊള്ളുന്നുണ്ടായിരിക്കാം. ഈ ശ്ലോകത്തെ പറ്റി 100-ൽ പരം വർഷങ്ങൾക്ക് ശേഷം ഇത്രമാത്രം നല്ല ഒരു വ്യാഖ്യാനം നൽകി മലയാളക്കരയിലെ ആൾക്കാരെ മനസ്സിലാക്കി തരുന്നതിൽ. സ്വാമിയുടെ പുസ്തകങ്ങളെല്ലാം അന്യദേശങ്ങളിലാണ് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത്, പക്ഷെ ഒന്നും തന്നെ മലയാള ദേശത്തിൽ പ്രസിദ്ധി ആർജിച്ചിട്ടില്ല. അതിന് ഉപയുക്തമായിട്ടുള്ള രീതിയിൽ സാറിന്റെ ഓരോ ദിവസത്തെ പ്രഭാഷണങ്ങളും മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ നമുക്ക് അടുത്ത ശ്ലോകങ്ങളെ പറ്റി കേൾക്കാൻ ഇടയാകട്ടെ. മറ്റ് ആർക്കും ഇന്നത്തെ ഈ പ്രഭാഷണത്തെ പറ്റി സംശയം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആകാം. അതല്ലെങ്കിൽ നിർവ്വാണ ശബ്ദത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ഉപസംഹരിക്കാം. സുകുമാരി
തീർച്ചയായിട്ടും ഇതിന്റെ മലയാള വെർഷൻ ഞങ്ങൾക്ക് എഴുതി അയച്ചു തരും. So, ഗോപിച്ചേട്ടാ, താങ്ക് യു ഫോർ ഇൻക്ലൂഡിങ് തുടർന്ന് കേൾക്കാം. രാത്രി അധികമാകുന്നില്ലെങ്കിൽ ഞങ്ങള് ഇത് ഭഗവത്ഗീതയെ പോലെ തന്നെ ഉദ്ധവർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങളാണ് ഉദ്ധവഗീത എന്നുള്ള തരത്തിൽ. യുദ്ധക്കളത്തിൽ അർജുനന് നൽകുന്ന ഉപദേശങ്ങളല്ല, സമചിത്തനായിട്ടുള്ള പരിപക്വ മനസ്കനായിട്ടുള്ള ഉദ്ധവർക്ക് ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങളാണ് ഉദ്ധവഗീതയിലൂടെ ഏകാദശ സ്കന്ധത്തിലൂടെ നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. ഉദ്ധവഗീത ഏകാദശ സ്കന്ധം മുഴുവനും വായിച്ചു തീർക്കാനുള്ള ആഗ്രഹമാണ്. ന്യൂയോർക്കിൽ ഒരുപാട് സമയമായിട്ടുണ്ട്. കഴിയുന്നവര് ഇത് തുടർന്ന് കേൾക്കുകയോ വായിക്കുകയോ ആകാം. ഞങ്ങള് ഇത് തുടർന്ന് കൊണ്ടുപോകും. ഇന്നത്തെ ദിവസം അമ്മയുടെ മരണ ദിവസം കൂടി ഏകദേശം എനിക്ക് തോന്നുന്നു 15-16 വർഷമായി എന്ന് തോന്നുന്നു ദിവംഗതയായിട്ട്. അപ്പം ഈ ദിവസം ഞങ്ങൾക്ക് 17 വർഷം ഇവിടെ ഇത് വായിക്കാനിടയാകുന്നത് ഒരു അമ്മയുടെ മനസ്സിന്റെ അനുഗ്രഹം കൂടിയായിട്ട് ഞങ്ങൾ കരുതുകയാണ്. എൻ്റെ അനിയൻ ഭാസ്കരൻ കയറിയിട്ടുണ്ട്, വായിക്കും. നമുക്ക് തുടർന്ന് വായിക്കാം. ഏതായിരുന്നാലും നമുക്കിത് ഉപസംഹരിക്കുന്നത് പതിവ് പോലെ നിർവ്വാണ ഷഡ്കത്തോടുകൂടി ആകട്ടെ. രാധ, പ്ലീസ്. ഓം വിദ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ശ്രോത്രജിഹ്വേ ന ഘ്രാണനേത്രേ ന വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന പ്രാണസജ്ഞോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്ഥവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന മൃത്യുർന ശങ്കാ ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തേർന മേയഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം വിദ്യാധിരാജായ നമഃ. ഓം സദ്ഗുരുഭ്യോ